ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് ജൂഡിത്ത് റൈറ്റ് എഴുതിയ വുമൺ ടു മാൻ എന്ന പോം ഡിസ്കസ് ചെയ്യാം. വുമൺ ടു മാൻ എന്ന കവിത 1949 ഓസ്ട്രേലിയൻ കവിയായ ജൂഡിത്ത് റൈറ്റ് എഴുതിയതാണ്. അപ്പോൾ ഈ കൃതിയുടെ പ്രധാന പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സങ്കീർണമായ ബന്ധമാണ്, ആ കോംപ്ലക്സ് റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ചും ഗർഭകാലത്ത്. അപ്പോൾ ഗർഭകാലത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന ശാരീരികവും വൈകാരികവുമായ മാറ്റങ്ങളും അതുപോലെ പിന്തുണയും ഉറപ്പും നൽകുന്ന പുരുഷൻ്റെ പങ്ക് എങ്ങനെയാണെന്നും ഈ കവിത എക്സ്പ്ലോർ ചെയ്യുന്നു. അപ്പം നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ദ ഐലെസ് ലേബറർ ഇൻ ദ നൈറ്റ്, ദ സെൽഫ്ലെസ് ഷേപ്പ്ലെസ് സീഡ് ഐ ഹോൾഡ്. അപ്പം ദ ഐലെസ് ലേബറർ ഇൻ ദ നൈറ്റ്, ഈ ഫ്രേസ് എംഫസൈസ് ചെയ്യുന്നത് അൺസീൻ, അതായത് അദൃശ്യവും അതുപോലെ ഡെവലപ്പിംഗ് നേച്ചർ ഓഫ് ദ അൺബോൺ ചൈൽഡ് ആണ്. അപ്പോൾ കുട്ടി ഇതുവരെ പൂർണ്ണമായി രൂപപ്പെട്ടിട്ടില്ലാത്തതിനാൽ, അത് കണ്ണില്ലാത്ത, അപ്പോൾ ഐലെസ് എന്നും കൂടാതെ ലേബറർ, അത് ഗർഭാശയത്തിനുള്ളിൽ നടക്കുന്ന ആ അദൃശ്യവും നിശബ്ദവുമായ കുട്ടിയുടെ വളർച്ചയുടെ പ്രവൃത്തിയെ പ്രതീകപ്പെടുത്തുന്നു. അപ്പോൾ രാത്രി എന്നത് ഗർഭാശയത്തിൻ്റെ ഇരുട്ടിനെയും ആ സ്വകാര്യതയും സൂചിപ്പിക്കുന്നു. അവിടെയാണ് ഈ വികസനം സംഭവിക്കുന്നത്. അപ്പം ഞാൻ കൈവശം വച്ചിരിക്കുന്നത്, അപ്പം ദ സെൽഫ്ലെസ് ഷേപ്പ്ലെസ് സീഡ് ഐ ഹോൾഡ്, ഞാൻ കൈവശം വച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നിസ്വാർത്ഥവും ആകൃതി ഇല്ലാത്തതുമായ വിത്ത് എന്ന് പറയുന്നത്. അപ്പം ചൈൽഡിനെ എന്തായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? എ സീഡ്, ഒരു വിത്ത്. സീഡ് എന്നത് നമുക്കറിയാം ഒരു ഫണ്ടമെൻ്റൽ എലമെൻ്റ് ഓഫ് ക്രിയേഷനാണ്, സൃഷ്ടിയുടെ അടിസ്ഥാന ഘടകമായ ഒരു വിത്ത് എന്നാണ് കുട്ടിയെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ഇതുവരെ തിരിച്ചറിയാവുന്ന ഒരു രൂപവും സ്വീകരിച്ചിട്ടില്ലാത്തതിനാൽ രൂപമില്ലാത്തതാണ് എന്ന് പറയുന്നു. അതുപോലെ നിസ്വാർത്ഥത, ആ സെൽഫ്ലെസ് എന്നത് കുട്ടിയുടെ അമ്മയെ കുട്ടി ആശ്രയിക്കുന്നതിനെയും ആ കുട്ടിയുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും നർച്ചറിങ് ചെയ്യുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും അമ്മയുടെ നിസ്വാർത്ഥ പ്രവർത്തനത്തെയും എടുത്തു കാണിക്കുന്നു. അപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ദ ചൈൽഡ്സ് ഡിപ്പെൻഡൻസ് ഓൺ ദ മദർ, അതുപോലെ തന്നെ ദ സെൽഫ്ലെസ് ആക്ട് ഓഫ് നർച്ചറിങ് ആൻഡ് സപ്പോർട്ടിങ് ഓഫ് ദ ഗ്രോത്ത് ഓഫ് ദ ഫീറ്റ് ഓഫ് ദ ചൈൽഡ് ബൈ ദ മദർ ആണ്. അപ്പോൾ ഈ വാചകം ഗർഭസ്ഥ ശിശുവിനെ ഗർഭപാത്രത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്നതുമായും അതുപോലെ വികസിച്ചു കൊണ്ടിരിക്കുന്നതുമായി വിവരിക്കുന്നു. ബിൽഡ്സ് ഫോർ ഇറ്റ്സ് റെസറക്ഷൻ ഡേ. അപ്പം ഈ വാക്യം വളർച്ചയുടെയും പരിവർത്തനത്തിൻ്റെയും ആശയം അവതരിപ്പിക്കുന്നു. അപ്പോൾ പുനരുദ്ധാനം, റിസറക്ഷൻ, അപ്പോൾ ഒരു റീബേർത്തിനെ സൂചിപ്പിക്കുന്നു. ഒരു വിത്ത് പോലുള്ള അവസ്ഥയിൽ നിന്നും പൂർണ്ണമായും രൂപപ്പെട്ട ഒരു അസ്തിത്വത്തിലേക്കുള്ള, ഒരു ഫുള്ളി ഫോംഡ് ബീയിങ്ങിലേക്കുള്ള ആ പരിവർത്തനം. അപ്പോൾ ഇത് ഇംപ്ലൈ ചെയ്യുന്നത് ഒരു പുതിയ തുടക്കത്തെയും, അത് എ ന്യൂ ബിഗിനിങ്ങും അതുപോലെ എ ബ്ലോസമിങ് ഓഫ് ദ ചൈൽഡ്സ് പൊട്ടൻഷ്യലുമാണ്. അപ്പം ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ട്രാൻസ്ഫോർമേറ്റീവ് നേച്ചർ ഓഫ് ബർത്ത്, ജനനത്തിൻ്റെ പരിവർത്തന സ്വഭാവത്തെ എടുത്തു കാണിക്കുന്നു. ഒരു വിത്ത് പോലുള്ള രൂപം ഊർജ്ജസ്വലവും ബോധമുള്ളതുമായ ഒരു വ്യക്തിയായി മാറുന്നു. സൈലന്റ് ആൻഡ് സ്വിഫ്റ്റ് ആൻഡ് ഡീപ്പ് ഫ്രം സൈറ്റ്. അപ്പോൾ സൈലന്റ് നിശബ്ദയും അതുപോലെ സ്വിഫ്റ്റ് വേഗതയും. അപ്പോൾ നിശബ്ദം എന്ന അഡ്ജക്റ്റീവ്, ആ വിശേഷണം എംഫസൈസ് ചെയ്യുന്നത് ആ ഹിഡൻ നേച്ചർ ഓഫ് ദിസ് ഡെവലപ്മെൻ്റ് ആണ്. അത് വികസനത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന സ്വഭാവത്തെ ഊന്നി പറയുന്നു. അതേസമയം വേഗം എന്നത് ക്വിക്കായിട്ടുള്ള, എന്നാൽ നമുക്ക് കാണാൻ ഒക്കാത്തതുമായ, കഴിയാത്തതുമായ ആ പ്രക്രിയയെ, ആ പ്രോസസ്സിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ വളർച്ചയെ, അതായത് ഭ്രൂണത്തിൻ്റെ വളർച്ചയെ സൂക്ഷ്മവും വേഗത്തിലുള്ളതുമായി വിവരിക്കുന്നു. അതുപോലെ പറയുന്നത് ഡീപ്പ് ഫ്രം സൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡീപ്പ് ഫ്രം സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ മറ്റുള്ളവർക്കും ആർക്കും കാണാൻ കഴിയാത്ത ഗർഭപാത്രത്തിനുള്ളിൽ ആ കുഞ്ഞിൻ്റെ വികസനവും നമ്മുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞിരിക്കുന്നു എന്ന് ഈ ഫ്രേസിലൂടെ പറയുന്നു. ഫോർ സീസ് ദ അൺഇമാജിൻഡ് ലൈറ്റ്, സങ്കല്പിക്കപ്പെടാത്ത വെളിച്ചം, സാധ്യതകൾ നിറഞ്ഞ ഒരു ഭാവിയെയും പുതിയതും ശോഭനവുമായ ഒരു ഭാവിയെയും സൂചിപ്പിക്കുന്നു ഈ ഫ്രേസ്. അപ്പോൾ ഒരു പുതിയ ജീവിതത്തിൻ്റെ വരവിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രതീക്ഷയും ഇത് സൂചിപ്പിക്കുന്നു. അതുപോലെ ഈ വരികൾ ഗർഭസ്ഥ ശിശുവിൻ്റെ ആ ഡെവലപ്മെൻറ്റ് ഓഫ് ദ അൺബോൺ ചൈൽഡ്, ആ വികസനത്തെയും വിവരിക്കുന്നു. അപ്പോൾ ഒരു പുതുജീവിതം ഉടലെടുക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ദിസ് ഈസ് നോ ചൈൽഡ് വിത്ത് എ ചൈൽഡ്സ് ഐ ദാറ്റ് ഹാസ് നോ നെയിം ടു നെയിം ഇറ്റ് ബൈ. അപ്പോൾ ഇത് ഒരു കുട്ടിയുടെ മുഖമുള്ള കുട്ടിയല്ല, എന്നുവെച്ചാൽ ഇതിന് പേരിടാൻ പേരില്ല എന്ന വരികൾ ഗർഭസ്ഥ ശിശു ഇതുവരെ തിരിച്ചറിയാവുന്ന ഒരു ഐഡൻറ്റിറ്റിയുള്ള, പൂർണ്ണമായി രൂപപ്പെട്ടിട്ടില്ല എന്ന ആശയം നൽകുന്നു.
അപ്പോൾ ഇത് ഡിസ്ക്രൈബ്സ് ഓൺ ചൈൽഡ് ഇൻ ഇറ്റ്സ് ഏർലിയർ സ്റ്റേജ് ബിഫോർ ഇറ്റ് ഡെവലപ്സ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓർ എ നെയിം. അപ്പോൾ കാരണം അത് ഇപ്പോഴും വികസനത്തിൻ്റെ പ്രാരംഭ ഘട്ടത്തിലാണ്. യെറ്റ് യു സെഡ് ഐ ഹാവ് നോൺ ഇറ്റ് വെൽ. അപ്പോൾ ഒരു പേരോ ദൃശ്യരൂപമോ ഇല്ലെങ്കിലും അത് വ്യക്തമായ രൂപമോ പേരോ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ ദമ്പതികൾ അവരുടെ പുതിയ ജീവൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ വരിയിലൂടെ പറയുന്നത്. ദിസ് ഈസ് അവർ ഹണ്ടർ ആൻഡ് അവർ ചേസ്. അപ്പം ദിസ് ഈസ് അവർ ഹണ്ടർ ആൻഡ് അവർ ചേസ്, ഇത് നമ്മുടെ വേട്ടക്കാരനും നമ്മുടെ പിന്തുടരലും എന്ന വരി കുട്ടിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഹണ്ടർ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ദ ചൈൽഡ്സ് ഫ്യൂച്ചർ റോൾ ഓഫ് പ്രൊവൈഡിങ് ഫോർ ദ ഫാമിലിയും ചേസ് എന്ന് സൂചിപ്പിക്കുന്നത് ദമ്പതികളുടെ ആ ഷെയർഡ് ജേർണി, അവരുടെ പങ്കിട്ട യാത്രയും സ്നേഹത്തിലും സൃഷ്ടിക്കും വേണ്ടിയുള്ള അവരുടെ അന്വേഷണത്തെയും എടുത്തു കാണിക്കുന്നു. അപ്പോൾ കുട്ടി ഈ അന്വേഷണത്തിൻ്റെ മൂർത്തമായ ഫലമാണ്. അത് അവരുടെ അടുപ്പത്തിൻ്റെയും ബന്ധത്തിൻ്റെയും പ്രതീകമാണ് ഈ കുട്ടി. സിമ്പിൾ ഓഫ് ദെയർ ഇൻറ്റിമസി ആൻഡ് കണക്ഷൻ ആണ് എന്നാണ് ഈ ഒരു വേർഡിലൂടെ പറയുന്നത്. അപ്പോൾ ഈ വരികൾ കുട്ടിയെ നമ്മുടെ വേട്ടക്കാരൻ നമ്മുടെ പിന്തുടരലും എന്ന് പരാമർശിക്കുന്നു. അതായത് കുട്ടി അവരുടെ ആഗ്രഹത്തിൻ്റെയും അത് ഭാവി പദ്ധതികളുടെയും പൂർത്തീകരണത്തിൻ്റെയും ലക്ഷ്യമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആ കുട്ടി എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓഫ് ദ ഡിസയർ ആൻഡ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ ഫ്യൂച്ചർ പ്ലാൻസ് ആണ്. അപ്പം ദ തേർഡ് ഹൂ ലേ ഇൻ അവർ എംബ്രേസ്. അപ്പം മൂന്നാമത്തെ ആൾ എന്ന പ്രയോഗം ഗർഭസ്ഥ ശിശുവിനെ സൂചിപ്പിക്കുന്നു. ഇപ്പോഴും അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ആ കുഞ്ഞ്. This is a strength that your arm knows, the arc of flesh that is my breast. അപ്പോൾ ഈ ഒരു പ്രയോഗം പുരുഷൻ്റെ ശാരീരിക ശക്തിയും പിന്തുണയും സംരക്ഷണവും നൽകുന്നതിൽ അവൻ വഹിക്കുന്ന പങ്കിനെയും സൂചിപ്പിക്കുന്നു. അതേസമയം സ്ത്രീയുടെ ശരീരത്തെയും അത് പോഷണത്തിലും പ്രസവത്തിലുമുള്ള അവളുടെ പങ്കിനെയും വിവരിക്കുന്നു. അപ്പോൾ ഹെർ റോൾ ഇൻ നർച്ചറിങ് ആൻഡ് ബർത്തിങ് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ശാരീരികവും വൈകാരികവുമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു, പ്രത്യേകിച്ച് ഗർഭധാരണത്തിൻ്റെയും ആ പ്രസവത്തിൻ്റെയും പശ്ചാത്തലത്തിൽ. ദ പ്രിസൈസ് ക്രിസ്റ്റൽസ് ഓഫ് അവർ ഐസ് എന്ന വാചകം സ്ത്രീയുടെ ഗർഭപാത്രത്തിനുള്ളിൽ വളരുന്ന ആ ഭ്രൂണത്തിൻ്റെ ആ ഡെവലപ്പിംഗ് എംബ്രിയോ ദമ്പതികൾ ചെലുത്തുന്ന തീവ്രവും അചഞ്ചലവുമായ ശ്രദ്ധയും സൂചിപ്പിക്കുന്നു. ഓക്കെ, ക്രിസ്റ്റൽസ് അത് വ്യക്തവും കേന്ദ്രീകൃതവുമായ ഒരു നോട്ടത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സാരാംശത്തിൽ ഈ വാചകം അവരുടെ ഉള്ളിൽ വളരുന്ന വിലയേറിയ ജീവനെക്കുറിച്ച് ബോധവാന്മാരായ ദമ്പതികളുടെ ചിത്രമാണ് തരുന്നത്. അവരുടെ നോട്ടവും ശ്രദ്ധയും ഫോക്കസ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? അവരുടെ ഫ്യൂച്ചർ ചൈൽഡിലോട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ദിസ് ഈസ് ദ ബ്ലഡ്സ് വൈൽഡ് ട്രീ ദാറ്റ് ഗ്രോസ് ദ ഇൻട്രിക്കേറ്റ് ആൻഡ് ഫോൾഡഡ് റോസ്. അപ്പോൾ ഈ ഒരു വാചകം അത് ഗർഭപാത്രത്തിനുള്ളിൽ ഒരു കുട്ടിയുടെ വികസനത്തെ പ്രതീകപ്പെടുത്തുന്നു. പ്രത്യുൽപാദനത്തിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ വൈൽഡ് ട്രീ അത് രക്തക്കുഴലുകളുടെ വളരുന്ന ശൃംഖലയെ പ്രതിനിധീകരിക്കും. അപ്പോൾ ബ്ലഡ്സ് വൈൽഡ് ട്രീ എന്ന് റെഫർ ചെയ്യുന്ന ആ കോംപ്ലെക്സ് നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ് അതാണ്. അത് പ്രത്യേകിച്ചും ധമനികളെയും സിരകളെയും അത് ആർട്ടറീസ് ആൻഡ് വെയിൻസിനെ സൂചിപ്പിക്കുന്നു. ഇത് സുപ്രധാനമായ ജീവശക്തിയും അമ്മയും ഡെവലപ്പിംഗ് ചൈൽഡും തമ്മിലുള്ള ശാരീരിക സൂചിപ്പിക്കുന്നു. അതിൽ ഇൻട്രിക്കേറ്റ് ആൻഡ് ഫോൾഡഡ് റൈസ് അത് സങ്കീർണം മടങ്ങിയതുമായ ഒരു റോസ്. അപ്പം ഇത് സിംപ്ലൈസ് ചെയ്യുന്നത് ദ അൺഫോൾഡിങ് ഓഫ് ദ ഹ്യൂമൻ ഫോം എന്തിൽ നിന്ന്? ഫ്രം ആൻ ഇനീഷ്യൽ അൺഡിഫറൻഷിയേറ്റഡ് മാസ് ഓഫ് സെൽസിൽ നിന്നും. അപ്പോൾ ഭ്രൂണത്തെ പൂർണ്ണമായും രൂപപ്പെടുത്തി മനുഷ്യനാക്കി മാറ്റുന്നതിനെ മനോഹരവും സങ്കീർണവുമായ രീതിയിൽ പ്രതിനിധീകരിക്കുന്നു. ഇവിടെ എംഫസൈസ് ചെയ്യുന്നത് ആ മിറാക്കിളാണ്. എന്തിൻ്റെ? എ മിറാക്കിൾ ഓഫ് ഡെവലപ്മെൻറ്റ് ഫ്രം എ സിമ്പിൾ അൺഡിഫറൻഷിയേറ്റഡ് സ്ട്രക്ചർ ഇൻ ടു എ യുണീക്ക് ഇൻഡിവിജ്വൽ. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആൻസർ നോക്കാം. ദിസ് ഈസ് എ മേക്കർ ആൻഡ് മെയ്ഡ്. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ആൻഡ് റിപ്ലൈ. അപ്പോൾ ഈ ലൈൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആ ഡുവാലിറ്റി ഓഫ് റിലേഷൻഷിപ്പാണ്. അതായത് പുരുഷൻ തുടക്കക്കാരൻ, അതായത് മേക്കർ ആൻഡ് മെയ്ഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുരുഷൻ തുടക്കക്കാരൻ, അതായത് നിർമ്മാതാവാണ്. അതേസമയം സ്ത്രീ വഹിക്കുകയും പ്രസവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മേഡ് എന്ന വാക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നു. അപ്പം പറഞ്ഞു വരുവാണെങ്കിൽ ഇതാണ് ചോദ്യോത്തരം എന്ന് പറയുന്നുണ്ട്, അതായത് ക്വസ്റ്റ്യൻ ആൻഡ് റിപ്ലൈ. അപ്പം ഈ വാക്യം അടുപ്പത്തിൻ്റെയും പ്രത്യുൽപാദനത്തിൻ്റെയും
ചാക്രിക സ്വഭാവത്തെ ഊന്നിപ്പറയുന്നു. അതായത് പുരുഷൻ്റെ ചോദ്യം, ആ ക്വസ്റ്റ്യൻ, അത് പറയുന്നത് ഇനീഷ്യേഷനും ഡിസയറും, അതായത് ആരംഭവും ആഗ്രഹവും. അപ്പം മാൻസ് ക്വസ്റ്റ്യൻ ഈസ് മെറ്റ് വിത്ത് ദ വിമൻസ് റിപ്ലൈ. അപ്പം സ്ത്രീയുടെ മറുപടിയുമായി അതെന്തായിരിക്കും? കോപ്പറേഷനും അക്സെപ്റ്റൻസും ബെർത്തും, അതായത് സഹകരണം, സ്വീകരിക്കുന്നത്, അതുപോലെ ജനനം, അതുമായിട്ട് പൊരുത്തപ്പെടുന്നു. അപ്പം രണ്ട് പങ്കാളികളും നിർണായക പങ്ക് വഹിക്കുന്ന പ്രവൃത്തിയുടെ പരസ്പര സ്വഭാവത്തെ ഇത് എടുത്തു കാണിക്കുന്നു. ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് ആ റെസിപ്രോക്കൽ നേച്ചർ ഓഫ് ദ ആക്ട് ആണ്. ബോത്ത് പാർട്ട്നേഴ്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ എന്നാണ് കവി പറയുന്നത്. അപ്പം ഈ വാചകം ജീവൻ സൃഷ്ടിക്കുന്നതിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അടിസ്ഥാന ബന്ധത്തെ സൂചിപ്പിക്കുന്നു. പുരുഷൻ നിർമ്മാതാവ് എന്നും മേക്കർ എന്നും സ്ത്രീ നിർമ്മിതം എന്നും അത് മേഡ് എന്നും അത് പ്രത്യുൽപാദന പ്രവർത്തനം ഒരു ചോദ്യവും പ്രതികരണവുമാണെന്നും അവർ വഹിക്കുന്ന പരസ്പര പങ്കിനെ ഇത് ഊന്നിപ്പറയുന്നു. ദ ബ്ലൈൻഡ് ഹെഡ് ബട്ടിങ് അറ്റ് ദ ഡാർക്ക്. ഈ ബ്ലൈൻഡ് ഹെഡ് എന്ന് റെഫർ ചെയ്യുന്ന ആ ഫീറ്റേഴ്സിനെയാണ്. ആ കുഞ്ഞ് വൂമ്പിൻ്റെ അകത്താണ്. നോട്ട് അറ്റ് അവെയർ ഓഫ് ദ വേൾഡ് ഔട്ട്സൈഡ്. പുറം ലോകത്തെക്കുറിച്ച് ഇതുവരെയും ബോധവാനല്ല. ബട്ടിങ് അറ്റ് ദ ഡാർക്ക്. അപ്പോൾ ഫീറ്റസിൻ്റെ മൂവ്മെൻറ്റ് ആൻഡ് ഗ്രോത്തിനെയാണ് ഡിപ്പിക്റ്റ് ചെയ്യുന്നത്. അതായത് ഫീറ്റസിൻ്റെ ചലനങ്ങളും വളർച്ചയുമാണ് ഡിപ്പിക്റ്റ് ചെയ്യുന്നത്. ഇത് സിംബലൈസ് ചെയ്യുന്നത് ആ ഫീറ്റസ്, ആ ഗ്രോയിങ് ചൈൽഡ് എന്താണ് ചെയ്യുന്നത്? പുഷിങ് അഗൻസ്റ്റ് ദ വൂം. ദ ബ്ലേസ് ഓഫ് ലൈറ്റ് എലോങ് ദ ബ്ലേഡ് എന്ന വാചകം ജനന പ്രക്രിയയും അതിനോടൊപ്പമുള്ള ഭയത്തെയും വേദനയും സൂചിപ്പിക്കുന്ന ശക്തമായ ഒരു രൂപകമാണ്, ഒരു മെറ്റഫറാണ്. ബ്ലേഡ് എന്നത് പൊക്കിൾ കൊടി മുറിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇത് അമ്മയ്ക്കും കുഞ്ഞിനുമിടയിലുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിനെയും ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കത്തെയും പ്രതിനിധീകരിക്കുന്നു. അപ്പം വെളിച്ചത്തിൻ്റെ ജ്വാല സിംബിളൈസ് ചെയ്യുന്നത് ആ ഇൻറ്റൻസ്, പെർഹാപ്സ് നമുക്ക് പറയാം ബ്ലൈൻഡിങ് എക്സ്പീരിയൻസ് ഓഫ് ബർത്ത് ആൻഡ് ഫിയർ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ആണ്. ഓക്കെ. ഓ ഹോൾഡ് മീ ഫോർ ഐ ആം അഫ്രേഡ്. അപ്പോൾ ഈ സ്ത്രീ തൻ്റെ കുഞ്ഞിൻ്റെ ജനനത്തെയും കുഞ്ഞിൻ്റെ ആ അൺനോൺ ഫ്യൂച്ചർ, അതായത് അജ്ഞാത ഭാവിയെയും കുറിച്ച് ഓർക്കുമ്പോൾ അനുഭവിക്കുന്ന ഭയത്തെയും ഉത്കണ്ഠയും എടുത്തു കാണിക്കുന്ന വരികളാണ്. I hope you are clear with this explanation. Thank you. Have a nice day.